എല്ലാവർക്കും ഡാസ്ലിംഗ് വേൾഡ് ഓഫ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. റവ ഹൽവ. പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് റവ കൊണ്ടാണ് നമ്മൾ ഈ ഹലുവ ഉണ്ടാക്കുന്നത്. വീട്ടിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പവും അതേപോലെ തന്നെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും വായിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അലിഞ്ഞ് പോകുന്ന ഒരു സൂപ്പർ ഹൽവയാണ്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അലുവയുടെ റെസിപ്പിയും കൂടിയാണിത്. ഇത് നമ്മൾ വെറും 30 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ അലുവ റെഡിയാക്കി എടുക്കാൻ പറ്റും. കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് റവയാണ്. വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല. ഈ റവ നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം, അതാണ് കേട്ടോ അളവ്. എന്നിട്ട് ഈ വെള്ളത്തിൽ കിടന്നിട്ട് നമുക്ക് 1 മണിക്കൂറോളം ഈ റവ ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഈ വെള്ളത്തിൻ്റെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് 1 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. ഇപ്പം നമ്മൾ റവ നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലൂടെ നമ്മൾ കുറേശ്ശെയായിട്ട് ഇത് ഒഴിച്ച് കൊടുത്തിട്ട് ഈ റവയുടെ തരിയും അതേപോലെ തന്നെ റവയുടെ പാലും തമ്മിലൊന്ന് വേർതിരിച്ചെടുക്കണം. അപ്പോൾ അരിപ്പ എടുക്കുമ്പോൾ ചെറിയ ഹോൾസുള്ള അരിപ്പ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ തീരെ തരി നമുക്ക് നമ്മുടെ പാലിൽ കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് അതേപോലെ ഒന്ന് അരിച്ചെടുക്കുക. ഇപ്പോൾ കണ്ടോ, നമ്മളെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഈ റവയുടെ ചെറിയ ചെറിയ തരികളുണ്ടാവും, അത് നമ്മൾ മാറ്റി വയ്ക്കണം. ഇനി നമുക്കിത് ആവശ്യമില്ല. ഇനി നമ്മൾ എല്ലാം അതേപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ റവയുടെ പാല് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ അലുവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. നല്ല തിക്കായിട്ടുള്ളൊരു പാലാണ്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ശർക്കര എടുത്തിട്ടുണ്ട്. ഇതേപോലെ 5 കട്ട ശർക്കര എടുത്തിട്ടുള്ളത്. അപ്പോൾ ശർക്കരയുടെ മധുരവും നമ്മുടെ മധുരമൊക്കെ അനുസരിച്ച് കുറച്ച് കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ശർക്കരയുടെ അളവ്. എന്നിട്ട് നമുക്കതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. നമ്മളിപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പയിലൂടെ അരിച്ച് അതിൻ്റെ കരടൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കിത് വേറൊരു ബൗളിലേക്ക് എടുക്കാം. അതേപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് 1 കപ്പോളം തേങ്ങാപ്പാൽ വേണം. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ, അതാണ് അളവ് കേട്ടോ. ഇനി നമുക്ക് അലുവ ഉണ്ടാക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മളെ റവയുടെ പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള തേങ്ങാപ്പാലും കൂടെ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിവിടെ ഇട്ടിട്ട് നമ്മൾ വേറെ പണിക്കൊന്നും പോകരുത്. പിന്നെ തിരിച്ച് വന്ന് നോക്കുമ്പോഴത്തേക്കും ഇത് നല്ലൊരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ടാവും. അടിയിലൊക്കെ പിടിക്കുകയോ അല്ലെങ്കിൽ കട്ടയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് കുറുകി വരും. ഞാനിതിലേക്ക് ആദ്യം തന്നെ ഒരിത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അലുവയാവുമ്പോൾ നമ്മൾ മധുരം ഇങ്ങനെ മുന്നിട്ട് നിൽക്കാൻ പാടില്ല. ഒരിത്തിരി ഉപ്പും കൂടെ ചേർക്കുമ്പോഴാണ് അതൊന്ന് ബാലൻസ് ആവുക. ഉപ്പിൻ്റെ അളവ് കൂടാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതേപോലെ ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ ആകെ കൂടെ 50 ഗ്രാം നെയ്യാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ 1 ടീസ്പൂണോളം ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. ഇപ്പോൾ കണ്ടോ, ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. നമുക്ക് ഇളക്കാനായാലും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, അങ്ങനെ അടിയിലൊന്നും പിടിക്കാത്തതുകൊണ്ട് തന്നെ. എന്നിട്ട് നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്കായിട്ട് കുറേശ്ശെ ഒന്ന് നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നെയ്യ് നമ്മൾ നമ്മുടെ താല്പര്യം അനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമ്മളിവിടെ 50 ഗ്രാം നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടോ, അതിൻ്റെ കളറൊക്കെ കുറച്ചൊന്ന് വ്യത്യാസമായി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒന്ന് കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ 1 ടീസ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത്
ഒരു ലോ ഫ്ലെയിമും മീഡിയം ഫ്ലെയിമായിട്ട് നമ്മളിങ്ങനെ മാറ്റി മാറ്റി വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. തീരെ ലോ ഫ്ലെയിം ആക്കാൻ പാടില്ല. അതായത് ഇടയ്ക്ക് ലോ ഫ്ലെയിമിൽ, ഇടയ്ക്ക് മീഡിയം ഫ്ലെയിമിൽ, അതേപോലെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 20 മിനിറ്റോളം ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ അലുവ കണ്ടോ ഈ ഒരു പരുവത്തിലൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാനിൽ നിന്നൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വിട്ടു പോരുന്ന ഒരു പരുവത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് കശുവണ്ടി ചെറുതായിട്ട് മുറിച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് നെയ്യും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ കശുവണ്ടി ഞാൻ നേരത്തെ തന്നെ നെയ്യിൽ വറുത്തിട്ടൊന്നുമില്ല, ഡയറക്റ്റ് ഇതിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് നെയ്യിൽ വറുത്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല, ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതിൽ കിടന്ന കശുവണ്ടി വേകുമ്പോൾ അതും ഒരു നല്ല ടേസ്റ്റാണ്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതേപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ തന്നെ നല്ല മണം വരും കേട്ടോ. അലുവയുടെ ആ നെയ്യുടെയൊക്കെ മണം വരുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും കൊതിയാവും. അത് കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മുടെ അലുവ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ പാനിൽ നിന്നൊക്കെ ഇതുപോലെ വിട്ട് വരുന്ന ഒരു പരുവം. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആ വ്യത്യാസം മനസ്സിലാവുമല്ലോ. പാനിൽ നിന്നൊക്കെ ഇത് കണ്ടോ, ഇത് പെട്ടെന്ന് തന്നെ വിട്ട് വരും. അതേപോലെ തന്നെ നെയ്യൊക്കെ നന്നായിട്ട് ഒന്ന് തെളിഞ്ഞ് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ പരുവം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഈ ചൂടോട് കൂടെ തന്നെ നമുക്കിത് വേറൊരു പ്ലേറ്റ് പാത്രത്തിലേക്ക് മാറ്റാം. അതേപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇതിൽ ഏലക്കപ്പൊടി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ അലുവയിലൊന്നും ഏലക്കപ്പൊടി അങ്ങനെ ചേർക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കാത്തത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ലെവലായി കിട്ടും. ഇപ്പം നമ്മളെല്ലാം നന്നായിട്ട് ലെവലാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് തണുക്കാൻ വേണ്ടി വയ്ക്കുക. ഇപ്പം നമ്മുടെ അലുവ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതേപോലെ തന്നെ സൈഡിൽ നിന്നൊക്കെ ഇതേപോലെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി എടുക്കാം. അങ്ങനെ നമ്മുടെ കിടിലൻ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഹലുവയാണ് കേട്ടോ, ഞാൻ പറയാതിരിക്കാൻ വയ്യ. ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. കാരണം നമ്മൾ വളരെയധികം സമയം എടുത്തിട്ടില്ല, വെറും അരമണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഈ ഹലുവ ഉണ്ടാക്കിയത്. അതേപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചറുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടും. താങ്ക് യു.